ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കാശുള്ള ഒരു വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പം നമ്മുടെ ജാസ്പാന് നമ്മുടെ ഗെയിമിനകത്തോട്ട് റിട്ടേൺ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അത് മാത്രമല്ല 7th ആനിവേഴ്സറി അനുബന്ധിച്ച് തന്നെ ഗൈസ് ഇപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ടോക്കൺ വീൽ ഇവൻറ്റ് ഗൈസ് ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഗൈസ് ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ പോക്കർ MP4 നമ്മുടെ ഗെയിമിനകത്തോട്ട് റിട്ടേൺ വരാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ച് ഗൈസ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കുന്നതാണ്. പല സെവനകത്തോട്ടും 7th ആനിവേഴ്സറിയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. അവരുടെ സെവനകത്തോട്ട് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്, നമ്മുടെ സെവനകത്തോട്ട് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നതെന്ന് ഗെയ്സ് നമ്മൾ നോക്കുന്നുണ്ട്. 7th ആനിവേഴ്സറി എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഗെയ്സ് ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട്. ആ ഒരു ഇവന്റ് തുടങ്ങാൻ പോകുന്ന ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഗെയ്സ് ഇപ്പം കുറച്ചുകൂടി നേരത്തെ ആക്കിയിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. ഗെയ്സ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതിന് ഗെയ്സ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അധികം പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ എടുക്കുക. ഗെയ്സ് അങ്ങനെ പോക്കർ MP40 ഗെയിമിനകത്തോട് വരാൻ പോകുന്ന ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട്. ആ ഒരു ഇവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ വീൽ ഇവന്റ് തന്നെയാണ്. ഓക്കെ, എന്തായാലും ഗീസ് അപ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് പോക്കർ MP40 റിട്ടേൺ വരുന്നുണ്ട്. അതിനകത്തോട്ട് തന്നെ ഗീസും ഏതാണ്ട് ഇങ്ങനത്തെ കുറേ പോക്കർ MP40 കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ മഞ്ഞ, ചുവപ്പ്, പച്ച, നീല ഇതെല്ലാം ഗീസ് ഇപ്പം വരുന്നുണ്ടാവും. ഓക്കെ, ഹെയർട്ട് ഓഫ് ടോൺസ് എന്ന് പറയുന്ന ഒരു പോക്കർ MP40 ഗെയിമിനകത്തോട്ട് വരുന്നുണ്ട്. ഇത് എന്നാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീസ് സെപ്റ്റംബർ മാസമായിരിക്കും ഗെയിമിനകത്തോട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതും ഇങ്ങനത്തെ ഒരു ടോക്കൺ വീൽ ഇവന്റ് വരിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കാര്യം കൂടി ഗീസ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇത് നമ്മുടെ ഗെയിമിനകത്തോട്ട് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7th ആനിവേഴ്സറി ടൈമിൽ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഒരു സ്പെഷ്യൽ ടോക്കൺ വീൽ ഇവന്റ് വരുന്നതാണ്. അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഈ ഒരു ടോക്കൺ വീൽ ഇവന്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. അതിനകത്തോട്ട് തന്നെ ഗൈസും ഈ 4 ഐറ്റംസും കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അതാണ്ട് ഇങ്ങനത്തെ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഒരു ട്രാക്ക് ബണ്ടിലത്തെ പോലത്തെ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. മാത്രമല്ല 2 ഇമോട്ടാണ് ഗൈസും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഗീസും 2 ബണ്ടിൽസും വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇമോട്ടാണ് ഇതാണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയുള്ള ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഇമോട്ടാണ് ഇതാണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്തായാലും ഗീസിപ്പം നൈസായുള്ള ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക. ഗീസിപ്പം ഇതും നമുക്ക് ആ ഒരു ഓഗസ്റ്റ് മാസമായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഗീസ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഗീസും ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഗീസ് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നേരത്തെ ഗീസും കുറേ ടോക്കൺസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട് തന്നെ ലെംബോ ടോക്കൺസ് ഇപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നമുക്ക് ലംബോർഗിനി കൊളാബറേഷൻ വരുന്നുണ്ടെന്ന്. അതേ ഗെയ്സ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗെയ്സ് ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തോട്ട് ലംബോർഗിനിയുടെ കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്പെസിഫിക് ആയുള്ള ഈ ഒരു ടോക്കൺ വീൽ ഇവന്റ് വരിട്ടാണോ എന്ന് ഗെയ്സ് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഗെയ്സ് ഇപ്പം ഈ 5 സ്കിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 5 അല്ല 4 സ്കിൻസും ഒരു ഇമോട്ടുമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഗെയ്സ് ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈ 4 സ്കിൻസും അത് ഗെയ്സ് നമ്മുടെ ലംബോർഗിനിയുടെ സ്കിന്നും അത് മാത്രമല്ല ഒരു അറൈവൽ ആനിമേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ആനിമേഷനാണ് ഗീസ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതും ഗീസ് ഇപ്പം ഈ ഒരു സ്പെസിഫിക് ആയുള്ള ഒരു ഇവന്റ് വരിട്ടായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ഒരു ഇവന്റ് വരിട്ടായിരിക്കും. ഈ ഒരു കാര്യവും കൂടി ഗീസ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു. അത് മാത്രമല്ല 7th ആനിവേഴ്സറിയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഗെയിമിനകത്തോട്ട് അവൈലബിൾ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് സെക്ഷനകത്ത് ഗീസും അതുവഴി തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. എന്തായാലും ഗീസ് ഇപ്പം നമ്മുടെ 7th ആനിവേഴ്സറിയുടെ അനുസരിച്ച് തന്നെ ക്യാരക്ടറിന് കുറേയധികം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സ്കിൽ ബാലൻസിങ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വൂക്കോങ്, ക്രോണോ, അലോക്ക്, ക്ലൂ, ഫോർഡ്, ഷീറോക്ക്, ആൻഡ്രൂ. ഓക്കെ, ഇത്രയും ക്യാരക്ടേഴ്സിന് എബിലിറ്റി കുറച്ചുകൂടി അവർ കൂട്ടിയിട്ടുണ്ട്. ആൻഡ്രൂ, ഷാനി, ജസ്റ്റിൻ ബീബർ, വൂൾഫ്ര, ഹയാത്തോ ഇത്രയൊക്കെ എന്തായാലും അവർ ക്യാരക്ടർ എബിലിറ്റി കുറച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പുതിയതായിട്ട് തന്നെ സ്കിൽ ബാലൻസിങ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒലിവിയ, കെപ്പല്ല, നൈറി, സ്കൈലർ ഇത്രയും ക്യാരക്ടേഴ്സിന് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ എബിലിറ്റി. ഓക്കെ, അങ്ങനെ ടീം വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. ഓക്കെ, അതതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗെയിമിനകത്തോട് വന്നേക്കുന്ന ചേഞ്ചസ് നമ്മുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്ത്. ഇനിയുള്ളൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ജാസ്പാനിൻ്റെ ഒരു അപ്ഡേറ്റ്. നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റോറിനകത്ത് നിന്ന് ജാസ്പാൻറ്റും കാര്യങ്ങളൊക്കെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ജാസ്പാൻറ്റിന് നല്ലിക്കുന്ന ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, നേരത്തെ എടുത്തവരൊക്കെ എടുത്തു. ഇപ്പം അങ്ങനെ ആർക്കും എടുക്കാനോ ഗിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാലും ഇപ്പം നമ്മുടെ സ്റ്റോറിനകത്തോട്ട് ഇനി അത് വരത്തുമില്ല. ഓക്കെ, അതാണ്ട് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് വരെയായിരിക്കും അത് വരാൻ വേണ്ടി പോകുന്നത്. ഇത് നമുക്ക് സെപ്റ്റംബർ മാസമായിരിക്കും ഈ ഒരു ഇവൻറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ജാസ് കംബാക്ക് എന്നാണ്. ഇത് ബേസിക്കലി ഒരു സ്പിൻ ഇവൻ്റ് ആണ്. ഒരു സ്പിൻ ചെയ്യാൻ 14 ഡയമണ്ടും
ഒരു സ്പെഷ്യൽ സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 37 ഡയമണ്ടുമാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിലവാകുക. ഓക്കെ, സോ എന്തായാലും ഗീസും നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഗീസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടാവും. സോ ഇതുവരെ തന്നെ ആ ഒരു ജാസ് പാനും കാര്യങ്ങളൊക്കെ മിക്കവാറും ഈ ഒരു ഇവൻറ്റ് വരെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കപ്പം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള എല്ലാ സോനകത്തോട്ടും ഗീസ് ഇപ്പോൾ നമ്മുടെ 7th ആനിവേഴ്സറിയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗീസും അവർക്ക് ഇൻക്യുബേറ്റർ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അപ്പോകാലിപ്സിൻ്റെ M1014 സ്കിന്നും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ ഗൺ ക്രേറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് ബണ്ടിൽ കൊടുക്കുന്നുണ്ട്, സർഫ്ബോണ്ട് സ്കിൻ കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ ക്യാരക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗീസും ലക്രുവൽ വൗച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ റൂം കാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്നാലും ഗീസും നമുക്ക് പെട്ടെന്ന് തന്നെ 7th ആനിവേഴ്സറിയുടെ ഒരു കലണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ അടുത്തൊരു മാസം തന്നെ അത് വരുന്നുണ്ടാവും. നമുക്ക് ഈ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. സോ നമുക്കിനി നോക്കാം ഗീസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ അവർക്ക് എന്താണ് മെയിനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നതെന്ന്. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഈസും അവർക്ക് കസ്റ്റം റൂം കാർഡ് ഈസും കിട്ടുന്നുണ്ടാവും. ഈസും ടൈം ലിമിറ്റിനും അല്ലാതെയും കിട്ടുന്നുണ്ടാവും. നമുക്കിപ്പോൾ ടൈം ലിമിറ്റിനും ഈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എന്നിരുന്നാലും ഈസും പിന്നീട് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗൺ ക്രേറ്റ്സ് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഇങ്ങനത്തെ ബണ്ടിലിൻ്റെ ക്രേറ്റ്സും അവർക്ക് കിട്ടുന്നുണ്ട്. ദെൻ ഗീസ് അവർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുക ദാണ്ട് ഈ ഒരു ബണ്ടിലാണ്. ഓക്കെ, സോ എന്നിരുന്നാലും ഗീസ് നൈസുള്ള ഒരു ബണ്ടിലാണ്. അവർക്ക് ടോക്കൺ കളക്ടിങ് ഇവൻ്റ് ആയിട്ടാണ് അവർക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ എന്നിരുന്നാലും ഗീസും അടിപൊളിയായുള്ള ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. നമുക്കും ഒരു ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ബട്ട് ഗീസ് ഇതായിരിക്കത്തില്ല, വേറെ ഒരു ബണ്ടിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതെന്തായാലും ഗീസ് ഇപ്പോൾ നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. ദെൻ ഗീസ് പിന്നീട് പറയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7th ആനിവേഴ്സറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 27 ജൂൺ. ഓക്കെ, സോ 27 ജൂണാം തീയതി തന്നെ ഈസും അത് തുടങ്ങുന്നുണ്ടാവും. അതിൻ്റെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഗെയിമിനകത്ത് സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ജൂലൈ മിഡ് വീക്കോട് കൂടി തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ല ഇതിപ്പോൾ നമുക്ക് 7th ആനിവേഴ്സറിയുടെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം 27 തന്നെ തുടങ്ങുന്നതാവും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും. ചെറിയ ചെറിയ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. സോ ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്നിരുന്നാലും ഗീസ് ഇപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗീസ് ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സോൾ ഗെയിം സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.